ഖുസൈർ പട്ടണത്തിനായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. പ്രതിപക്ഷ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പട്ടണത്തിന്റെ ഭൂരിഭാഗവും ഹിസ്ബുള്ള പോരാളികളുടെ സഹായത്തോടെ സർക്കാർ സൈന്യം പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ബാക്കി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനായാണ് ഇപ്പോൾ പോരാട്ടം നടക്കുന്നത്. ഖുസൈറിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾ പോരാട്ടത്തിനിടയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും UNHR ഹൈക്കമ്മീഷണർ നവി പിള്ള പറഞ്ഞു. I am extremely concerned at current reports suggesting that hundreds of civilians have been killed or injured and thousands may remain trapped by indiscriminate shelling and aerial attacks by government forces in Al-Qusar. അതേസമയം ഡമസ്കസിനടുത്ത് ഒരു പ്രദേശത്ത് സൈന്യം രാസായുധം പ്രയോഗിച്ചതായും ഇതിൽ 5 പേർ കൊല്ലപ്പെട്ടതായും സിറിയൻ നാഷണൽ കോയിലേഷൻ വക്താവ് ഖാലിദ് സാലിഹ് ആരോപിച്ചു. 200-ലധികം പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹം പറഞ്ഞു. Due to suffocation, due to the use of sarin gas, we have over 200 cases of wounded people who are in dire need of help. സിറിയയിൽ 2 വർഷത്തിലധികമായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഇതുവരെ 94,000-ഓളം പേർ മരിച്ചതായാണ് UN-ന്റെ കണക്ക്. 10 ലക്ഷത്തിലധികം പേർ രാജ്യത്തിനകത്തും പുറത്തും അഭയാർത്ഥികളായും മാറി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.